നെവിനും ജിഷിനും മുൻഷിയും കൂടെ ഇപ്പം ലൈവിൽ മുട്ടനടിയായിരുന്നു. കാരണം അവരാണ് കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുൻഷിയും ജിഷിനും. അപ്പം നെവിൻ ചെന്ന് ഒരു ഭൂരി എടുത്ത് ഉടനെ മുൻഷി അത് മേടിച്ചപ്പം നെവിൻ അതിൽ നിന്ന് കുറച്ച് പിച്ചിയായിരുന്നു. ഇവിടെ വെക്കെന്നും പറഞ്ഞ് ഭയങ്കര ഇതായപ്പം നെവിൻ അവിടെ വെച്ചപ്പോൾ അത് നെവിൻ പിച്ചിയെ വേസ്റ്റായി പോയി എന്നും പറഞ്ഞ് ജിഷിൻ അതെടുത്ത് വേസ്റ്റ് ബോക്സിലോട്ട് എടുത്തെറിഞ്ഞ്. അത് ക്യാമറയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പം നെവിൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിവിടെ അധികാരമില്ല, നിങ്ങൾ ഗസ്റ്റാണ്, ഞങ്ങൾക്ക് എപ്പോൾ വേണേലും ഫുഡ് എടുത്ത് കഴിക്കാം, ഞാനിവിടെ കഴിക്കുന്നതാണ്, ബിഗ് ബോസ് വരെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് പറയട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അക്ബറൊക്കെ കയറി വീണു. അക്ബർ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അധികാരം, അവൻ ഇടയ്ക്ക് കഴിക്കുന്നതാണ് അവൻ ഫുഡ്, ഞങ്ങൾക്കാണ് ഇവിടെ അധികാരം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വരുന്ന ഗസ്റ്റിന്, അങ്ങനെ അങ്ങ് അടുക്കള ഭരിക്കാനൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞ് അക്ബർ ചൂടായി. അതുപോലെ അപ്പാനി ശരത്തും അവർക്കെതിരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിൻസി പറയുന്നുണ്ട്, അതെന്തിനാണ് അതെടുത്ത് കളഞ്ഞത്, ഒരാൾ കഴിക്കാൻ ഒരെണ്ണം ചോദിച്ചെന്ന് വെച്ച് അങ്ങനെ ചെയ്യണമായിരുന്നോ? നെവിൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ല. അത് മുൻഷി പറയണം, അത് കഴിക്കുന്നെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ, കിച്ചണിലൊന്നും കയറിയില്ലല്ലോ. അപ്പം നെവിൻ പറഞ്ഞ് നെവിൻ കുക്ക് ചെയ്തോളാന്ന് പറഞ്ഞ്, ഇവർ കയറിയ സ്ഥിതിക്ക് പിന്നെ നെവിൻ കയറേണ്ട ആവശ്യമില്ലല്ലോ. അതുമല്ല, ഒരാൾക്ക് വിശന്നിട്ട് വന്ന് എടുക്കുമ്പോൾ അത് മേടിച്ച് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ബിൻസിയൊക്കെ പറയുന്നുണ്ട് ഇത് മോശമായിപ്പോയി. അപ്പം ജിഷിനും മുൻഷിയും പറയുവാണ്, ഇനിയിപ്പോൾ വലിയ വർത്തമാനവും പറഞ്ഞുകൊണ്ട് വരും, ലോകത്ത് എത്രയോ പേര് പട്ടിണി കിടക്കുന്നുണ്ട്, ഭക്ഷണത്തിൻ്റെ വില അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരും, ഇവിടെ ഒരു ചുക്കുമില്ല, പിന്നെ വേറെ ചീത്തകളൊക്കെയാണ് പറയുന്നത് അങ്ങനെ നെവിൻ പറയുന്നുണ്ട്, ഇനി നിങ്ങളുണ്ടാക്കിയ ഫുഡ് ഞാൻ കഴിക്കുമെന്ന് ഓർക്കണ്ട, എനിക്കൊട്ട് വേണ്ടതാനോന്ന്. അങ്ങനെ വിശന്നിട്ടാണ് നെവിൻ ഓടി ചെന്നത് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ വേണ്ടി. പിന്നെ റെന ഫാത്തിമ കഞ്ഞി ചൂടാക്കി കഞ്ഞി കൊണ്ട് കൊടുക്കുന്നുണ്ട്, നെവിനെ ഇത് കുടിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ അത് വാങ്ങിച്ച് നെവിൻ കഴിക്കുന്നുമുണ്ട്. പാവം, നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നും. ഇത് വാങ്ങിച്ച് ഭൂരി വാങ്ങിച്ച് വെക്കുകയും ചട്ടകം കൊണ്ട് ആ കൈ പൊള്ളുകയും ചെയ്യുന്നുണ്ട് നെവിൻ്റെ കൈ.